മൂടൽമഞ്ഞിൻ്റെ മൂടുപടം പുതച്ച് ഒരു നവോദയയെ പോലെ നിൽക്കുന്ന ഇല്ലിക്കൽ കല്ല്. ഇടയ്ക്കിടയ്ക്ക് പഞ്ഞിക്കെട്ട് പോലത്തെ മേഘങ്ങൾ തഴുകി കടന്നു പോകുന്നു. അവിടുത്തെ കാഴ്ച കാണാനാണ് ദേശസഞ്ചാരിയുടെ യാത്ര. ദേശസഞ്ചാരിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോട്ടയം ജില്ലയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് ഇല്ലിക്കൽ കല്ല്. എന്നാലും ഇപ്പോഴും ചില തർക്കങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഇതല്ല ഏറ്റവും വലിയ ഉയരമുള്ള കൊടുമുടിയെന്ന്. തർക്കങ്ങളൊക്കെ എന്തുമായിക്കൊള്ളട്ടെ, ഒരു സഞ്ചാരിയെ സംബന്ധിച്ചിടത്തോളം ഈ തർക്കങ്ങളൊന്നും പ്രശ്നമുള്ള കാര്യമേ അല്ല. പോകുന്ന വഴി അത്ര എളുപ്പമുള്ള വഴിയൊന്നുമല്ല, അന്യായ കയറ്റമാണ്. വണ്ടി വളരെ പാടുപെട്ടാണ് വലിച്ചു കയറുന്നത് തന്നെ. വഴിയിലെ മരത്തിലൊക്കെ സ്ഥാനാർത്ഥികളുടെ ഫ്ലെക്സ് ബോർഡൊക്കെ തൂങ്ങിക്കിടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ എങ്ങും ഇലക്ഷൻ നടന്നില്ലല്ലോ എന്ന്. ഞാനിത് 2 വർഷം മുമ്പ് ഇതിലെ പോയപ്പോൾ എടുത്തിട്ടുള്ള ഒരു വീഡിയോസാണ് ഇതല്ല. ഇപ്പോഴാണ് ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നത് എന്ന് മാത്രം. പാലാ നഗരത്തിൻ്റെയും സമീപ പ്രദേശങ്ങളിലെയും ജലസ്രോതസ്സും കൃഷിയിടങ്ങളെ സമ്പുഷ്ടമാക്കി തീർക്കുന്നതും മീനച്ചിലാറിൻ്റെ തുടക്ക സ്ഥാനമായ ഈ കൊടുമുടി ഈരാറ്റുപേട്ടയ്ക്ക് അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. 4000 അടി ഉയരത്തിലുള്ള ഇല്ലിക്കൽ കല്ല് 3 പാറക്കൂട്ടങ്ങൾ ചേർന്ന് ഉണ്ടായിരിക്കുന്നതാണ്. കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 57 കിലോമീറ്റർ വരും ഇവിടേക്ക്. കോട്ടയം, പാല, ഈരാറ്റുപേട്ട, തീക്കോയി വഴിയും ഇല്ലിക്കല്ലിൽ നമുക്ക് എത്തിച്ചേരാൻ കഴിയും. എറണാകുളത്ത് നിന്നുമാണോ വരുന്നതെങ്കിൽ മേലുകാവ് വഴി ഈ മനോഹരമായ സ്ഥലത്ത് എത്തിച്ചേരാം. തലനാട് എന്ന സ്ഥലത്താണ് നമ്മൾ പ്രധാനമായും എത്തിച്ചേരേണ്ടത്. അത് ഗൂഗിൾ മാപ്പിലിട്ടാൽ നമുക്ക് കിട്ടുകയും ചെയ്യും. അവിടെ നിന്ന് ചോനമലയിലെത്തി ഇടത്തേക്ക് തിരിഞ്ഞാൽ ഇല്ലിക്കല്ലിലേക്കുള്ള പുതിയ റോഡ് കിട്ടും. നമുക്ക് എത്തിപ്പെടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. മഴയുള്ള കാലഘട്ടങ്ങളിലൊക്കെ ആണെന്നെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം പാറകൾ മുകളിൽ നിന്ന് വീഴാനും മണ്ണിടിഞ്ഞ് റോഡുകൾ ബ്ലോക്കാവാനൊക്കെ സാധ്യതയുണ്ട്. വഴിയിൽ ഇടതുവശത്തായിട്ട് നമുക്ക് രസകരമായ ഒരു കാഴ്ച കാണാം. 2 കല്ലുകൾ ഒരു കയറിൽ കെട്ടിത്തൂക്കി അന്തരീക്ഷത്തിൽ ഇട്ടിരിക്കുന്നത് പോലെ എങ്ങും തൊടാതെ നിൽക്കുന്നു എന്ന് തോന്നും. ഇത് ഇല്ലിക്കലിൻ്റെ ഭാഗമായ എന്തോ ആണെന്നാണ് ആദ്യം വിചാരിച്ചത്. പക്ഷേ ഇത് ഹെൽത്തക്കേഷൻ എന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ ഓഫീസാണെന്ന് പിന്നീട് അറിഞ്ഞു. അവസാനം ഞങ്ങൾ ഇല്ലിക്കല്ല് മലനിരയുടെ താഴത്തെത്തി. ഇവിടെ ചെറിയ പെട്ടിക്കടകൾ 1-2 ഉണ്ട്. അത്യാവശ്യം എന്തെങ്കിലും കുടിക്കുന്നവർക്കോ ഒക്കെ ഇവിടുന്ന് കുടിച്ചിട്ട് പോകാം. മുകളിലേക്ക് പോകാനായി ജീപ്പ് കിട്ടും എന്നൊക്കെ കേട്ടിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ പണി വാളി. നടന്നു വേണം മുകളിലേക്ക് കയറാനായിട്ട്. മുകളിൽ എന്തോ കാര്യമായി പണി നടക്കുന്നത് കാരണം തൽക്കാലത്തേക്ക് ജീപ്പ് സർവീസ് നിർത്തിവെച്ചിരിക്കുകയാണെന്നാണ് ഈ കടയിലെ ആൾ പറഞ്ഞത്. സാരമില്ല, നടക്കാനുള്ള ദൂരമല്ലേ ഉള്ളൂ. നല്ല റോഡും, കാര്യമായ കയറ്റം തോന്നിയില്ല. ഇതേ പോകുന്ന ആൾക്കാരൊക്കെ അത്ര സ്പീഡിൽ അങ്ങോട്ട് പോകുന്നുണ്ട്. എവിടെ വരെ പോകുന്നറിയാമല്ലോ നമുക്ക്. ഇപ്പം ഓടിച്ചെല്ലും എന്നുള്ള കണ്ടീഷനിലാണ് പോകുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഏകദേശം കാര്യത്തിന് തീരുമാനമായി. ഇങ്ങനെ നടന്നാൽ 1 കിലോമീറ്റർ പോലും നടക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ നടപ്പിൻ്റെ രീതി ഒന്ന് മാറ്റി പിടിച്ച് പതുക്കെ ചെറിയ സ്റ്റെപ്പുകൾ വെച്ച് നടന്നു. അപ്പോൾ വലിയ കുഴപ്പമില്ലാതെ കയറാൻ പറ്റി. ഒരു ദിവസത്തെ ട്രിപ്പ് ആയി വരുന്നവർക്ക് മർമല വെള്ളച്ചാട്ടവും ഉണ്ട്. അത് വളരെ മനോഹരം തന്നെയാണ്, പക്ഷേ അപകടം പിടിച്ചതും കൂടിയാണ്. പ്രത്യേകിച്ച് മഴക്കാലത്ത് ഈ കാട്ടിൽ പെയ്യുന്ന മഴ ചിലപ്പോൾ നാട്ടിൽ പെയ്യണമെന്ന് നിർബന്ധമില്ല. ആ സമയത്ത് അവിടെ നിന്ന് വരുന്ന വെള്ളം അപ്രതീക്ഷിതമായിട്ടായിരിക്കും ഈ വെള്ളച്ചാട്ടങ്ങളിലേക്ക് എത്തിച്ചേരുന്നത്. കണ്ണാടിപ്പാറയുണ്ട്, ഇലവിഴാപ്പൂഞ്ചിറയുണ്ട്. ഇതെല്ലാം ഒറ്റ ദിവസം കൊണ്ട് കറങ്ങി വരാവുന്നതാണ് നമുക്ക്. കോട്ടയം ജില്ലാ പ്രൊമോഷൻ കൗൺസിലിൻ്റെ നിയന്ത്രണത്തിലാണ് ഇല്ലിക്കൽ കല്ല് ഇപ്പം നിലനിൽക്കുന്നത്. ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇവിടം. നടന്ന് കയറുന്നതിൻ്റെ 2 വശങ്ങളിലും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കാഴ്ചകളാണ്. ഒരു വശത്ത് വലിയ മല കാണാം. ഇത് നമ്മൾ വരുന്ന വഴിയിൽ കണ്ട കാഴ്ചയാണ്. താഴെയുള്ള കടക്കാർ പറഞ്ഞത് വളരെ ശരിയാണ്. എന്തൊക്കെയോ പണികൾ നടക്കുന്നുണ്ട് കാര്യമായി തന്നെ. താഴെ പാതയുടെ 2 വശങ്ങളിലും കരിങ്കല്ലുകൾ കൂട്ടിയിട്ടിട്ടുണ്ട്. ഇല്ലിക്കൽ കല്ലിൻ്റെ നിഗൂഢ രഹസ്യം അറിയാനും കാഴ്ച ആസ്വദിക്കാനും വശ്യമായ താഴ്വരയെ കടന്ന് വളഞ്ഞു വളഞ്ഞ് ടാറിട്ട് മുകളിലേക്ക് പോകുന്ന പാതയുടെ ഇരുവശങ്ങളും പച്ചപ്പ് നിറഞ്ഞ പുല്ലും ഇടയ്ക്ക് വീശിയടിക്കുന്ന കാറ്റിൻ്റെ മൂളലും ആസ്വദിച്ച് പതുക്കെ നമുക്ക് നടക്കാം. സൂര്യൻ പ്രകാശിച്ച് നിൽക്കുമ്പോൾ ഒരു പ്രത്യേക രൂപത്തിൽ കാണുന്ന ഇല്ലിക്കൽ കല്ലിൻ്റെ മാന്ത്രിക ചാരുത നമുക്ക്
ആസ്വദിക്കാൻ കഴിയും നല്ല പോലെ. കയറ്റം കയറി മടുത്ത് വിശ്രമിക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. താഴെ കുറച്ച് പേര് ബാരിക്കേഡിൽ ചാരി എന്ന് വിശ്രമിക്കുന്നുണ്ട്. ക്ഷീണിച്ചോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല, ഇത് കിടന്നുകൊണ്ട് പ്രത്യേക രീതിയിലുള്ള ഒരു ഫോട്ടോഷൂട്ടാണെന്നാണ് പറയുന്നത്. ഇന്ന് രാവിലെ കാര്യമായിട്ട് വെയിലില്ല, വീശിയടിക്കുന്ന നല്ല തണുത്ത കാറ്റുമുണ്ട്. എന്നിട്ടും കയറ്റം കയറുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്. ഇതിനിടയിൽ ചിലർ ബുദ്ധി ഉപയോഗിച്ച് എളുപ്പവഴി സ്വീകരിച്ച് മലയിലൂടെ നടന്നു കയറാം എന്നായി. എന്നാൽ ഒരു കൈ നോക്കാമെന്ന് ഞാനും. പക്ഷേ വഴിയൊന്നുമില്ല. വെള്ളം ഒഴിച്ചിറങ്ങിയ വഴിയിലൂടെ പുല്ല് വകഞ്ഞു മാറ്റി വേണം മുകളിലേക്ക് കയറാനായിട്ട്. ഈ പുല്ലൊക്കെ വകഞ്ഞ് നമ്മൾ മാറ്റി പോകുമ്പോൾ ഇതിൻ്റെ ഇടയിൽ വല്ല പാമ്പൊക്കെ ഉണ്ടാകുമോ എന്ന് ചെറിയൊരു സംശയം, ഭയം തോന്നാതിരുന്നില്ല. ഇതത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല ഇങ്ങനെ കയറി പോകുന്നത്. നേരെ മറിച്ച് റോട്ടിൽ കൂടെ നടന്നു പോകുന്നത് തന്നെയായിരിക്കും നമുക്ക് എളുപ്പവും സുരക്ഷിതത്വവും ഉള്ളത്. ആ വഴി താണ്ടി മുകളിലെത്തിയപ്പോഴേക്കും നല്ലൊരു വ്യൂ പോയിൻ്റ് കിട്ടി. അവിടെ കണ്ട ഒരു സൈൻ ബോർഡ് പലതും നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അവിടെ നിന്നും കുറച്ചു ദൂരം മുന്നോട്ട് നടന്നിട്ട് നേരെ നോക്കിയാൽ ഇല്ലിക്കൽ കല്ലും നമുക്ക് ചെന്ന് എത്തേണ്ട മലയും കാണാം. ആ കാണുന്ന മലയുടെ മുകളിലാണ് നമുക്ക് എത്തേണ്ടത്. ഇല്ലിക്കൽ കല്ലുമായി ബന്ധപ്പെട്ട് നിരവധി കഥകളും ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും പ്രചരിക്കുന്നുണ്ട്. പുരാണങ്ങളിൽ പരാമർശിച്ചിട്ടുള്ള ഒരു ഔഷധമായ നീലക്കൊടുവേലി ഇവിടെ ഉണ്ടെന്നാണ് വിശ്വാസം. മലഞ്ചെരുവുകളെ നീല നിറത്തിൽ കുളിപ്പിക്കുന്ന നീലക്കൊടുവേലി എന്ന ഔഷധ സസ്യമാണ് ഇവിടെ വളരുന്നത്. ഈ സസ്യത്തിന് സമ്പത്ത് വർദ്ധിപ്പിക്കാനും സമൃദ്ധമായ വിളവെടുപ്പ് ഉറപ്പാക്കാനും കഴിയുന്ന മാന്ത്രിക ശക്തി ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇത് തേടിപ്പോകുന്ന ഒരു ഹാസ്യ സിനിമ മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. മലയുടെ പകുതിയോളം നമ്മൾ നടന്നു കയറി കഴിയുമ്പോൾ ഒരു നിരപ്പായ പ്രദേശമുണ്ട്. ചെറിയ ഒരു വ്യൂ പോയിന്റ് എന്ന് കൂടി പറയാം. ഇത് കണ്ണിനും മനസ്സിനും കുളിർമ നൽകുന്ന അടിപൊളി കാഴ്ച. ഇവിടെ നിന്നുള്ള ദൂരക്കാഴ്ച ഒരു രക്ഷയുമില്ല, അടിപൊളിയാണ്. മേഘങ്ങൾ മലകളെ തഴുകി കടന്നു പോകുന്നു. ചിലത് അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ഇന്നിവിടെ വന്നിട്ടുള്ള സഞ്ചാരികൾക്ക് എന്നും ഓർക്കുന്നതിനും അവരുടെ ഭാഗ്യം എന്ന് വേണം കരുതാൻ. ഇങ്ങനെയൊരു കാഴ്ച ആ കാണുന്നതാണ് ഇല്ലിക്കല്ല്. നല്ല കാറ്റുണ്ടായിട്ട് പോലും മേഘങ്ങൾ നീങ്ങാതെ നിൽക്കുന്നു. ഇല്ലിക്കൽ കല്ലിൻ്റെ ശരിയായ സൗന്ദര്യം ആസ്വദിച്ചു പോകാനായി സഞ്ചാരികൾക്ക് പലപ്പോഴും കഴിയാറില്ല. കാരണം ഇവിടെ പ്രവചനാതീതമായ കാലാവസ്ഥ തന്നെയാണ്. അതിന് കുറച്ച് ഭാഗ്യം കൂടി വേണം നമുക്ക്. മൂടൽമഞ്ഞ് തഴുകുന്ന താഴ്വരയും കുന്നുകളും മൃദുവായ ഇളങ്കാറ്റും കൂടാതെ ചെറിയ ചാറ്റൽ മഴയും ഉണ്ടെങ്കിൽ ആരെയും ഒരു ചിത്രകാരനോ കവിയോ ആക്കി മാറ്റിയേക്കാം. ഒരു ചിത്രകാരൻ തൻ്റെ ക്യാൻവാസിൽ കോറിയിട്ടതുപോലെ നിശ്ചലമായി നിൽക്കുന്ന മേഘങ്ങൾ. സാധാരണ വിമാനം മേഘങ്ങൾക്ക് മുകളിലൂടെ പറക്കുമ്പോൾ മാത്രമേ ഇങ്ങനെയൊരു കാഴ്ച കാണാൻ നമുക്ക് കഴിയൂ. ഇത് ചിത്രമല്ല എന്ന് നമുക്ക് മനസ്സിലാകുന്നത് പലപ്പോഴും ചെടികളും പുല്ലുകളും കാറ്റിൽ ഇളകുമ്പോൾ മാത്രമാണ്. ഇപ്പോൾ നമ്മൾ തെളിഞ്ഞു കാണുന്ന കല്ല് കുറച്ച് കഴിഞ്ഞാൽ മേഘങ്ങൾ വന്ന് മൂടുകയും പിന്നെ തെളിഞ്ഞു വരികയും ചെയ്യും. ആ പകുതി വഴിയിൽ നിരപ്പായ സ്ഥലത്ത് നിന്നും നമ്മൾ താഴേക്ക് നോക്കിയാൽ നമ്മൾ നടന്നു വന്ന വഴിയും ആ പ്രദേശവും എല്ലാം മേഘങ്ങൾ കൊണ്ട് മൂടി നിൽക്കുന്നു. ഒരു വശത്തേക്ക് നോക്കുമ്പോൾ നല്ല പച്ച നിറത്തിൽ മൊട്ടക്കുന്നുകൾ. എന്ത് സൂപ്പറായുള്ള വ്യൂ ആണെന്ന്. ആ നിരപ്പായ പാതയിലൂടെ നടന്ന് ഒടുവിൽ കുന്നിൻ്റെ താഴെ എത്തി. നമ്മൾ മുകളിലേക്ക് നോക്കിയതും തെല്ലൊന്നും അമ്പരക്കാതിരുന്നില്ല. ഇനി ഈ കാണുന്ന മല കയറണമല്ലോ മുകളിലേക്ക് എത്താനായിട്ട്. താഴെ നിന്ന് വന്ന പോലെയല്ല കയറിപ്പോകാൻ. വഴിയൊന്നും പ്രത്യേകിച്ചില്ല. ഒരു ഏകദേശം 75 ഡിഗ്രി ചെരിവ് നമ്മൾ നടന്നു കയറിയാൽ മാത്രമേ ഈ മലയുടെ മുകളിലേക്ക് എത്തുകയുള്ളൂ. പിന്നെ ഒരു ആശ്വാസം, വീഴാതെ പിടിച്ചു കയറാൻ നല്ല സ്റ്റീലിൻ്റെ കമ്പി കൊണ്ട് നിർമ്മിച്ച കൈവരികളുണ്ട് മുകളിൽ വരെ. ഈ വഴിയിലൂടെ വളരെ ശ്രദ്ധിച്ച് വേണം മുകളിലേക്ക് കയറാനായിട്ട്. നമ്മൾ മനോഹരമായ കാഴ്ചകളെ കണ്ട് ആസ്വദിച്ച് പോകുന്നതിനിടയിൽ
ഓരോ ചുവടും വളരെ ശ്രദ്ധിച്ചു വേണം. ഇല്ലിക്കല്ലിലെ മലയുടെ മുകളിലേക്കുള്ള പാതയുടെ ഇരുവശവും അഗാധമായ മലയിടുക്കുകളും കൊക്കകളുമൊക്കെയാണ്. വഴിയിൽ നിന്നും മാറി സാഹസികത കാണിക്കാൻ ശ്രമിക്കരുത്. അങ്ങനെ സാഹസികത കാണിച്ചാൽ അത് അപകടം വിളിച്ചു വരുത്തുകയാകും. സാഹസികത കൂടിയതുകൊണ്ടാണ് വേലി കെട്ടി തിരിച്ചിരിക്കുന്നത്. എന്നാലും ഇത് ചാടിക്കടന്ന് പോകുന്നുണ്ട്. മുകളിലേക്ക് നോക്കിയാൽ ഇനി നമ്മൾ കയറിപ്പോകാനുള്ള പാതയും നല്ല വ്യക്തമായിട്ട് കാണാം. ഇത്ര വ്യക്തമായി കാണാൻ പാകത്തിന് പ്രകൃതി ദൃശ്യവിരുന്ന് ഒരുക്കിയിരിക്കുകയാണ്. ഭാഗ്യം, ഇവിടെ പ്ലാസ്റ്റിക് ബോട്ടിലൊന്നും ആരും വലിച്ചെറിഞ്ഞിട്ടില്ല. എല്ലാം വേസ്റ്റ് പെട്ടിയിൽ തന്നെ ഇട്ടിട്ടുണ്ട്. ഈ സുന്ദരമായ ഒരിടം വൃത്തിയായി സൂക്ഷിക്കുക എന്നത് ഇവിടുത്തെ അധികാരികളെക്കാൾ കൂടുതൽ നമ്മളുടെ ഉത്തരവാദിത്വമായി എടുക്കേണ്ടതാണ് ഓരോരുത്തരും. അവസാനം ഉയരം കൂടിയ ആ മലയുടെ മുകളിൽ എത്തപ്പെട്ടു. നിരപ്പായ സ്ഥലത്ത് വേലി കെട്ടി തിരിച്ചിട്ടുണ്ട്. താഴേക്ക് ആരും ചാടി ഇറങ്ങാതിരിക്കും. എന്നാലും ഇത് ചാടിക്കടന്ന് പോകുന്നുണ്ട് പുതിയ തലമുറയിലെ കുട്ടികൾ. ഇത് നിയമവിരുദ്ധമാണ്. പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ ശിക്ഷ ഉറപ്പാണ്. അതുകൊണ്ട് ആരും സാഹസികത കാണിക്കാൻ നിൽക്കരുത്. നമ്മളുടെ ജീവന് അത് വളരെ വിലപ്പെട്ടതാണെന്നുള്ള ഓർമ്മ എപ്പോഴും വേണം. ഉയരം കൂടിയ പ്രദേശമായതുകൊണ്ട് തന്നെ ഇടിമിന്നലിന് സാധ്യത കൂടുതലുള്ള പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇടിമിന്നലേക്കാനുള്ള സാധ്യതയുമുണ്ട്. ഈ സമയം ഇവിടേക്ക് വരുവാൻ ശ്രമിക്കരുത് ആരും. അത് ഒഴിവാക്കുക തന്നെ വേണം. ഈ ഇല്ലിക്കൽ കല്ല് 3 പാറക്കൂട്ടങ്ങൾ ചേർന്നതാണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അതിലേറ്റവും ഉയരം കൂടിയ പാറ കൂടക്കല്ലെന്നും തൊട്ടടുത്ത് സർപ്പാകൃതിയിൽ കാണപ്പെടുന്ന പാറയെ കൂനങ്കല്ലും എന്നാണ് അറിയപ്പെടുന്നത്. ഇവയ്ക്ക് രണ്ടിനും ഇടയിൽ 20 അടി താഴ്ചയിൽ വലിയൊരു വിടവുണ്ട്. അതുപോലെ തന്നെ ഈ 2 കല്ലിലെയും ഇടയിലായിട്ട് അരയടി മാത്രം വീതിയിലുള്ള ഒരു ചെറിയ നടപ്പാതയുണ്ട്. ഇതിനെയാണ് നരകപാലം എന്ന് വിശേഷിപ്പിക്കുന്നത് അല്ലെങ്കിൽ വിളിക്കുന്നത്. കാരണം ഇതിലൂടെ കണ്ടമാനം ആളുകൾ നടന്നു പോയിട്ട് താഴ്ത്തു വീണ് മരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പേര് വരാനുള്ള കാരണമെന്നാണ് പറയപ്പെടുന്നത്. കൊടൈക്കനാലിലെ പില്ലർ റോക്കിനോട് ഏകദേശം സാമ്യമുണ്ട് ഈ ഭൂപ്രദേശത്തിന്. പ്രകൃതി രമണീയമായ ഈ സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ കണ്ടല്ലോ ഇത്ര നല്ല ബുദ്ധിമുട്ടുണ്ട്. ഈ കൊടുമുടിയുടെ മുകളിലാണ് നീലക്കൊടുവേലി ഉണ്ടെന്ന് പ്രാദേശികമായി പരക്കെ വിശ്വസിക്കുന്നത്. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് എന്തോ കാരണത്താൽ ഭൂമികുലുക്കം അങ്ങനെ വല്ലതും ഉണ്ടായതുകൊണ്ടായിരിക്കണം ഇതിൻ്റെ ഒരു ഭാഗം അടർന്നു വീണു അത്രേ. നിങ്ങൾക്ക് ഈ കല്ല് അടുത്ത് നിന്ന് കാണണം, നീലക്കൊടുവേലി ഉണ്ടോ എന്നൊക്കെ നോക്കണം എന്നുണ്ടെങ്കിൽ ജീവൻ പണയം വെക്കേണ്ടതായിട്ട് വരും. ധൈര്യവും കാറ്റിനെ പ്രതിരോധിക്കാനുള്ള കഴിവും വേണം. കുത്തനെയുള്ള ഇടുങ്ങിയ പാതയിലൂടെ സഞ്ചരിക്കണം. വലിഞ്ഞു കയറണം പാറപ്പുറത്ത്. താഴെ നിന്നും ഇവിടേക്ക് എത്താനായിട്ട് സ്റ്റീലിൻ്റെ കൈവരികൾ നമുക്ക് ആത്മവിശ്വാസത്തോടെ ആശങ്കകൾ ഏതുമില്ലാതെ ഓരോ ചുവടും മുന്നോട്ട് കൊണ്ടുപോകുന്നു ആ മുകളിലെ മലമുകൾ വരെ. ട്രെക്കിങ് അല്പം ബുദ്ധിമുട്ടാണ്. എന്നാലും കോടമഞ്ഞ് മൂടിയ ഇല്ലിക്കൽ കല്ലിൻ്റെയും താഴ്വരയുടെയും കാഴ്ച വിസ്മയിപ്പിക്കുന്നതാണ്. കൊടുമുടിയുടെ മുകളിൽ നിന്നും നോക്കിയാൽ വിദൂര ചക്രവാളത്തിൽ നേർത്ത നീലരേഖയായി അറബിക്കടൽ കാണാമെന്ന് പറയുന്നുണ്ട്. ഓറഞ്ച് നിറത്തിലുള്ള സൂര്യൻ അസ്തമിക്കുമ്പോൾ മറ്റൊരു സൂര്യനെ പോലെ ചന്ദ്രൻ ഉദിച്ചു വരുന്നത് കാണാൻ കഴിയുന്ന പൂർണ്ണചന്ദ്രദിനത്തിലെ സൂര്യാസ്തമയം വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയാത്ത കാഴ്ചയാണെന്ന് പറയപ്പെടുന്നു. എന്തു തന്നെയായാലും ഇത്ര സുന്ദരമായ ഇല്ലിക്കല്ലിൻ്റെ കാഴ്ചയും കണ്ട് ദേശസഞ്ചാരി യാത്ര തുടരുന്നു. നന്ദി, നമസ്കാരം.